സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പോര് ശക്തം. ആരോപണങ്ങളും വിവാദങ്ങളും ഒരു ഭാഗത്തു നിറയുമ്പോൾ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഇതിനിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ധനസഹായം അഭ്യർത്ഥിച്ച് PV അൻവർ രംഗത്തെത്തി. ഒരു സഹായത്തോട് കൂടിയിട്ട് ഒരു പോരാട്ടം നടത്തി എനിക്ക് പൈസ വേണമെന്ന് പറയാൻ എനിക്കറിയില്ല. എനിക്ക് പൈസ വേണമെങ്കിൽ രാഷ്ട്രീയ സഹായം അല്ല, രാഷ്ട്രീയ സഹായം പൊളിറ്റിക്കൽ അവിടെ ലീഡേഴ്സ് വരും. മമതയൊക്കെ പ്രതീക്ഷിക്കണം. മമതയെ പ്രതീക്ഷിച്ച് ചിഹ്നമായിരുന്നെങ്കിൽ അവർ വരുമായിരുന്നു. ചിഹ്നമല്ലാത്ത സ്ഥിതിക്ക് അവരെ കമ്പൽ ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. ഈ പറയുന്ന ഈ ഗവൺമെന്റിനെതിരെ ഏറ്റവും ശക്തമായി സംസാരിക്കുന്ന മഹുവ മൈത്രയടക്കമുള്ള നേതാക്കന്മാർ, വിഷയങ്ങൾ ഉന്നയിക്കുന്ന നേതാക്കന്മാർ, കേരളത്തിലെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന മലയാളികൾക്ക് അറിയുന്ന ചില ശബ്ദങ്ങളും ആളുകളുണ്ട്. 42 MP-മാരിൽ നല്ല വിശാലമായ വിഷയങ്ങൾ അവർ വരും. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിശദാംശങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, ഗുഡ് ഈവനിങ്. എന്തായാലും ആ ഓട്ടപ്പാച്ചിൽ അതിന്റെ പരമകാഷ്ഠയിൽ എത്തിയിരിക്കുകയാണ് നിലമ്പൂരിൽ. ഓരോ സ്ഥാനാർത്ഥികളും അവരുടെ ശക്തിയും ദൗർബല്യങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞ് വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ PV അൻവർ അതായത് ഏറ്റവും മോഡേൺ ടെക്നിക്കാണല്ലോ ഈ ക്രൗഡ് ഫണ്ടിംഗ് എന്ന് പറയുന്നത്. 5 പൈസ കയ്യിലില്ല, ധനസഹായം വേണം, അതിനായി ക്രൗഡ് ഫണ്ടിങ്ങിലേക്കും പോവുകയാണല്ലോ. അതെ ക്രിസ്റ്റീന, ഒരു ക്രൗഡ് ഫണ്ടിംഗ് തന്നെയാണ് PV അൻവർ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ 1 രൂപയാണെങ്കിൽ ആ 1 രൂപ എനിക്ക് തരൂ എന്നാണ് PV അൻവർ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മണ്ഡലത്തിലെ വോട്ടർമാർ മാത്രമല്ല, പുറത്തുള്ള വോട്ടർമാരും തന്നെ സഹായിക്കണം. പിണറായിസത്തിനും സതീശനിസത്തിനും എതിരായ പോരാട്ടമാണ്, അതുകൊണ്ട് എല്ലാവരും തന്നെ സഹായിക്കണമെന്നാണ് പറയുന്നത്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ചിഹ്നം കത്രികയാണ്. കത്രിക പൂട്ടിട്ട ആളുകൾക്ക് കത്രിക കൊണ്ട് അത് വെട്ടിമാറ്റി മറുപടി നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ അല്പസമയം മുൻപ് വരുമ്പോൾ PV അൻവറിന്റെ പ്രചരണ വാഹനങ്ങൾ ഏതാണ്ട് നമ്മൾ പോകുമ്പോൾ മാത്രം നിലമ്പൂർ നഗരസഭയിൽ ഏതാണ്ട് 12ഓളം വാഹനങ്ങൾ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ ഇത്തരത്തിൽ അൻവറിന്റെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നില്ല. എന്തായാലും ചിഹ്നം ലഭിച്ചതോടെ അൻവർ ആ ഒരു പൊതുപ്രചരണത്തിലേക്ക്, പരസ്യ പ്രചരണത്തിലേക്ക് അൻവർ കടന്നിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വാഹന പര്യടനം ഒന്നും തന്നെ ഇതുവരെ ആരംഭിച്ചിട്ടില്ലെങ്കിലും അൻവർ പ്രധാനമായും ഈ കവലകളിൽ ഇത്തരത്തിലുള്ള അനൗൺസ്മെന്റ് വാഹനങ്ങൾ കൊണ്ടുവന്നിട്ട് വലിയ തോതിൽ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതിൽ റെക്കോർഡ് ചെയ്ത് വെച്ച അനൗൺസ്മെന്റ് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. എന്തായാലും അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാവിലെ തന്നെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അത് 75,000 വോട്ട് വരെ താൻ പിടിക്കുമെന്നാണ് അൻവർ പറയുന്നത്. അതുകൂടാതെ അതിലൊരു അതിശയോക്തി കൂടി അദ്ദേഹം ചേർത്ത് വെക്കുന്നുണ്ട്. താൻ ഗ്രൗണ്ടിൽ ഇറങ്ങിയപ്പോൾ ആദ്യഘട്ടത്തിൽ 25,000 വോട്ടായിരുന്നു തനിക്ക് കൺസിസ്റ്റന്റായി ഇവിടെ നിലവിൽ തൻ്റെതായി ഉണ്ടായിരുന്നു, കണ്ണും പൂട്ടി തൻ്റെ വോട്ട് എന്ന് പറയാനുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത് ഏതാണ്ട് 75,000 ആയി കഴിഞ്ഞു. അത് ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയുടെ ഇതിനേക്കാൾ കൂടുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇടത് സ്ഥാനാർത്ഥി M സ്വരാജ് എടക്കരയിലാണ് പ്രചരണം നടത്തുന്നത്. ആര്യാടൻ ഷൗക്കത്താകട്ടെ നാളെ ബലിപെരുന്നാളാണ്, അതിൻ്റെ ചില തിരക്കുകളും ചില പ്രമുഖ വ്യക്തികളെ സന്ദർശിക്കുകയാണ്. NDA സ്ഥാനാർത്ഥിയും നഗരത്തിൽ ഇത്തരത്തിൽ പ്രചരണവുമായി രംഗത്തുണ്ട്. അങ്ങനെ എല്ലാ സ്ഥാനാർത്ഥികളും കൂടി രംഗത്തിറങ്ങുകയാണ്. സ്വാഭാവികമായി നിലമ്പൂർ പോർക്കളത്തിന് ചൂടുപിടിക്കുകയാണ് ക്രിസ്റ്റീന. ശരി, കയ്യിൽ 5 പൈസയിലെങ്കിലും സത്യവാങ്മൂലത്തിൽ 52 കോടിയുള്ള PV അൻവർ എന്തായാലും ഏറ്റവും ആധുനികമായ ധനസമാഹരണ രീതിയായ ക്രൗഡ് ഫണ്ടിങ്ങിലേക്ക് പോവുകയാണ്. അത് 2 ഇസങ്ങൾക്കെതിരായ പോരാട്ടത്തിനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.